ഹലോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല രീതിയിൽ മഴയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടേക്ക് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ സാധാരണ 2018 പ്രളയം വന്നിട്ട് പോലും വെള്ളം വരാത്ത സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വെള്ളം വന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ആദ്യം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു റോഡ് ഉണ്ടായിരുന്നില്ല. സാധാ ഒരു ഓഫ് റോഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു റോഡ് വെച്ചപ്പോൾ അവരങ്ങോട്ട് വെള്ളം കടക്കാനുള്ളൊരു ഇത് വെച്ചില്ല, സംവിധാനം വെച്ചില്ല. ഇപ്പോൾ വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വെച്ചില്ല. അതുകൊണ്ട് അവിടെ ബ്ലോക്കായി നിൽക്കുകയാണ് വെള്ളം. അതുകൊണ്ട് ഈ ഒരു ഏരിയ മൊത്തം മൂടും. ഞങ്ങളുടെ ഈ വീടും ബാക്കിൽ കുറച്ച് അധികം വീടുകൾ അവിടെയൊക്കെ മൂടും. ഇതാണ് പുറത്തുള്ളൊരു ഇത്. റോഡിൻ്റെ ഇവിടെ നിന്ന് വെള്ളമൊക്കെ നിറഞ്ഞ് ഇപ്പുറത്തേക്ക് ഒഴുകുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കണ്ട ഈ ഒരു സൈഡിലൂടെയൊക്കെ എൻ്റെ ബാക്കിലെ. അപ്പോൾ ഈ റോഡില്ലെങ്കിൽ ഈ വെള്ളമൊക്കെ ഒഴുകി നല്ല രീതിയിൽ പോവുമായിരുന്നു. ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഈ റോഡ് നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ അവർ അത് നല്ല രീതിയിൽ ചെയ്തില്ല. അടിയിലൊരു ഓവ് പോലെ എന്തെങ്കിലും വെക്കുകയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ വെള്ളം അപ്പുറത്തേക്ക് പോവാം, നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു. ഈ റോഡ് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. കാരണം ഞങ്ങൾ അങ്ങോട്ടൊക്കെ വണ്ടിയായിട്ടൊക്കെ ഇറങ്ങാനും പോകാനും എല്ലാ കാര്യത്തിനും റോഡ് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ അടിയിലൊരു ഓവ് വെക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ റോഡ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് യൂസ്ഫുള്ളാട്ടോ. കാരണം ഓഫ് റോഡ് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. ആ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞു കേട്ടോ. അവിടെയുള്ള വീടുകളിലൊക്കെ മുറ്റത്തൊക്കെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. എന്നാലും കയറാൻ പാകത്തിനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ. റോഡിൽ നിന്നൊക്കെ വന്നത്, റോഡിൽ നിന്ന് കവിഞ്ഞൊഴുകിയതാണത്. പിന്നെ ഇത് ഇപ്പുറത്തെ പറമ്പാട്ടോ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴുകി പോവുകയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലൊരു ഡിസാസ്റ്റർ നടന്നല്ലോ. അപ്പോൾ അതിലൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക, അങ്ങനെയൊന്നും വരരുത് എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് വീടുകളും ഒരുപാട് ആൾക്കാരൊക്കെ മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ മഴയ്ക്ക് ഇപ്പോൾ ഒരു ശമനം ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞങ്ങളവിടുത്തെ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ നിന്ന് മുട്ടിൻ്റെ അത്രയുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.